ഗംഭീരം, ഒരു രക്ഷയില്ല. തിയേറ്ററിൽ കണ്ടിരുന്നപ്പോൾ ഭയങ്കര രോമാഞ്ചം. മുഴുന്നുള്ള പ്രഭാസിൻ്റെ ഒരു ശരിക്കും പറഞ്ഞൊരു അഴിഞ്ഞാട്ടമാണ് ഈ പടത്തിൽ കാണുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജും കൂടി കൂടിയപ്പോൾ ഗംഭീരമായിട്ട് രണ്ട് പേരിലുള്ള ആ കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വരാനുള്ള എല്ലാ സംഭവവും ചെയ്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം ആണെങ്കിലും അതിഗംഭീരം, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകാനുള്ളൊരു തുടക്കമാണ് ഈ ഒരു പടം എന്ന് എനിക്ക് പറയാനുള്ളത്. ഗംഭീരം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സലാർ എന്ന് പറയുന്ന ചിത്രം തീർച്ചയായിട്ടും KGF പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെ, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടി. പ്രത്യേകിച്ച് പ്രഭാസ് ബാഹുബലിക്ക് ശേഷമുള്ള അതിശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ മലയാളത്തിൻ്റെ പൃഥ്വിരാജും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു. ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ അവരവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രശാന്ത് നീലിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയായിരിക്കും സലാർ എന്ന് പറഞ്ഞ ചിത്രം. കളക്ഷൻ്റെ കാര്യത്തിൽ നല്ല ഒരു കളക്ഷൻ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു 1500-2000 കോടിയിലേക്കോ പോകും. കാരണം അത്രയ്ക്കും നല്ലൊരു മേക്കിംഗ് ആണ് ഇവർ നടത്തിയിരിക്കുന്നത്. നല്ലൊരു കാസ്റ്റിങ്, നല്ലൊരു കഥ, പ്രശാന്ത് നീലിൻ്റെ തന്നെ കഥ. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം വൻ വിജയമായി തന്നെ തീരും. ഇപ്പം എനിക്കിതിനകത്ത് എടുത്തു പറയാനുള്ളത് മ്യൂസിക് തന്നെയാണ്. കാരണം ഈ ഒരു പടം ഈ ഒരു ബിൽഡപ്പിൽ ഇങ്ങനെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആ മ്യൂസിക് കൊടുത്തേക്കുന്ന പ്രാധാന്യം അതൊരു ഭയങ്കര, കാരണം നമ്മൾ KGF കണക്കൊന്നും മ്യൂസിക് ഉണ്ടത് ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു പ്ലേസ്മെൻറ്റിൽ തന്നെയാണ് BGMs എല്ലാം കണക്റ്റ് ആയി കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പടത്തിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള ആ ഒരു എൻഡിൽ കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇതിൻ്റെ ഇൻട്രോവെല്ല് കൊടുക്കത്തില്ലേ, ഒരു പടത്തിന് ഒരു ഇൻട്രോവെല്ല് വരുന്ന രീതിയിലാണ് ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കൊണ്ടുവന്ന് എൻഡ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പം അടുത്ത പാർട്ടിലേക്കുള്ള ഒരു ബിൽഡപ്പ് തന്നെയാണ് ഈ ശരിക്കും ഈ ഒരു പടത്തിൻ്റെ എൻഡ് കൊണ്ട് നിർത്തിയത്. രണ്ടാമത്തെ പാർട്ട് വരുമ്പം കാരണം അത്രയും വെയിറ്റിംഗ് ആണ് നമ്മൾ അടുത്ത ഒരു എന്താവും എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പൃഥ്വിരാജിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പുള്ളിനെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കണക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, നമ്മൾ ആ ഒരു നടനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം അവരങ്ങനെ കൊണ്ടൊരു സ്റ്റാർ മെറ്റീരിയലാക്കി പുള്ളീനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേനും പുള്ളിക്ക് എന്തായാലും ഓവറോൾ ഒരു കുറച്ച് ഓളം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഒരു സംശയമില്ല. കാരണം പുള്ളി പടത്തിൽ പെർഫോമൻസ് ചെയ്തേക്കുന്ന അന്യായ രീതിയിലാണ്. ഓക്കെ, മസ്റ്റ് തിയേറ്റർ വാച്ചബിളാണ് പടം. സാലാറ് സിനിമ എനിക്ക് ഒരു സംതൃപ്തി കിട്ടിയില്ല പടം കണ്ടിറങ്ങിയിട്ട്. അതായത് എന്തോ ഒരു അത് കഥ മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ, എനിക്ക് എന്തോ ഒരു സംതൃപ്തി കിട്ടിയല്ല. പിന്നെ വയലൻസ് കുറച്ച് കൂടുതലാണ് ഈ പടത്തിൽ. അതായത് ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ കരകുരാന്ന് പറഞ്ഞ ആൾക്കാരെ വെട്ടിക്കൊല്ലണം, അതെന്തോ എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. ആക്ഷൻ വൈസ് എല്ലാവരും കരുതുന്നത് തന്നെ, അതായത് പൃഥ്വിരാജ് ആയാലും മറ്റേ പ്രഭാസ്, പൃഥ്വിരാജിനേക്കാളും ഒന്നും കൂടി ലീഡ് റോളായിട്ട് വന്നിരിക്കുന്നത് പ്രഭാസിനാണ്. എന്തായാലും ആ ആക്ഷൻ വൈസ് എല്ലാവരും കരുതുന്നത്, ജഗപതി ബാബു അങ്ങനത്തെ കുറേ കാസ്റ്റിംഗ് ഉണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു കണക്റ്റ് ആയല്ല എനിക്ക് പടം. ഇത് പറയുകയാണെങ്കിൽ നല്ലൊരു ഒരു കംപ്ലീറ്റ് ആക്ഷൻ ബാക്ക് മൂവിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഇത് പറയാൻ ഒരു പ്രഭാസിന് കമ്പാക്ട് ആണ്. പ്രഭാസിന് ഇതിന് ഇറങ്ങിയ ബാഹുബലി കഴിഞ്ഞിട്ട് പ്രഭാസിന് ഇറങ്ങിയ ഒരു മൂവീസ് ഒന്നും അത്ര ശരിയായിട്ടില്ലായിരുന്നു. ഇത്തരം പ്രശാന്തിൻ്റെ ഡയറക്ഷനും BGM എല്ലാം സൂപ്പറുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് പറഞ്ഞാൽ പൃഥ്വിരാജും പ്രഭാസ് ഷോ ആണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ ബാക്ക് മൂവി മാത്രമല്ല, പിന്നെ ക്ലൈമാക്സിൽ ഒരു സംഭവം ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. നല്ലൊരു BGM എല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ എന്നെ പറയുകയാണെങ്കിൽ വയലൻസ് ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ വയലൻസ് കുറച്ച് ഓവറായിട്ടുണ്ട്. ബാക്കിയെല്ലാം സോ ഫാർ സോ ഗുഡാണ് മൂവി. പിന്നെ സെക്കൻഡ് പാർട്ട് പറയുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി പറയാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് പാർട്ട് സോ ഫാർ സോ ഗുഡാണ് സംഭവം.